തങ്കം തങ്കം ഇറങ്ങി വന്നേ എന്താ ഉദ്ദേശം? നിന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ നിന്റെ വീട്ടിൽ ചെയ്താൽ മതി, എന്റെ വീട്ടിൽ കൊണ്ടുവരണ്ട. എനിക്കറിഞ്ഞൂടാ, വല്ല പറയണേ, നേരെ കാര്യം പറയണേ. 250 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച് നെയ്മീൻ ചൂര നല്ല വൃത്തിയായി കറി വെച്ചിട്ട് പോയതാ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അമ്മാവനെ വിളിച്ചോണ്ട് വന്നു, കാണാനില്ല. എവന്റെ പൂച്ച നിന്നിട്ട് പോയി. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഭയങ്കര സംഭവം. എന്താ കുഴപ്പമില്ലേ? അപ്പൊ അയ്യോ, പൂച്ചയാകുമ്പോ മീൻ തിന്നും, അത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ മീന്. അതിപ്പോ അത് വലിയ കാര്യമായിട്ട് എടുക്കല്ലേ, ഒരു ജീവിയല്ലേ, തിന്നോണ്ട് പോട്ടേ. അല്ലെ അപ്പൊ ഞങ്ങൾ എന്ത് കഴിക്കും? എന്റെ ദേമി ഇവിടത്തെ അവസ്ഥയോ? ഉച്ചക്ക് ഞാൻ ചോറില്ല. ഞാൻ അടുക്കളയിട്ട് കഴിയുമ്പോഴത്തേനും ആ പൂച്ച ചോറും കരത്തിൽ തലയിട്ടോണ്ടിരിക്കണം, പിന്നെ അത് തിന്നാൻ പറ്റുമോ? അപ്പൊ അവിടെ ചോറും ഇല്ല, ഇവിടെ കറിയില്ല, ഞാൻ പട്ടിണി. നമ്മള് പട്ടിണിയല്ലേ? അതെ, അവിടെ ചോറുണ്ടല്ലോ, ഇവിടെ കറി ഇരിപ്പുണ്ടല്ലോ, രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ചിരുന്ന കൊണ്ട് തിന്നണം, അത്രേ ഉള്ളൂ. അല്ലെ ഈ മുടന്ന ന്യായം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടേ, ഞാൻ ചോദിച്ചോട്ടെ, പൂച്ചക്കറിയാമോ? ഇതിപ്പോ നിങ്ങൾ വെച്ചാണോ ആര് വെച്ചാണോ? ഇത് വെക്കുമ്പോ നമ്മൾ എന്താണ് അതിനെ വൃത്തിയായിട്ട് അടച്ചു വെക്കണം, ചോറായാലും കറിയായാലും. ഞാൻ മര്യാദക്ക് വൃത്തിയായിട്ട് അടച്ചിട്ടാ പോയത്. എങ്കിൽ പിന്നെ പൂച്ച ഒന്ന് എടുക്കുമോ? ഇല്ലല്ലോ. എടാ, ഈ പൂച്ചേനൊക്കെ എന്തിനാ നീ വളർത്തണത്? പൂച്ചനെ വളർത്തുന്നത് അമ്മാവൻ അറിഞ്ഞൂടെ? ഇവിടെ എലിയുടെ ശല്യമുണ്ട്. ഓ പിന്നെ എലിപ്പനി വന്നാണ്ടല്ലോ, എല്ലാം ആശുപത്രി കട, രൂപ കുറെ ചെലവാകും. എടാ, എലിപ്പനി വരാതിരിക്കാനുള്ള ഗുളിയാണ് ഞാൻ കൊണ്ടുകൊടുത്തത്. അയ്യോ, അത് അതിലും വലിയ വിഷമാണ് ഇപ്പൊ കഴിച്ചേക്കണത്. അതിന് എലിപ്പനി പറഞ്ഞാണ് നല്ലത്. എടാ, അതിലും വലിയ ദോഷമാണ് പൂച്ചയെ കൊണ്ടെന്ന്. അതിന്റെ മൂക്കുന്നൊരു ലാഭം ഇങ്ങനെ വരും, വിഷാണത്. അതൊക്കെ ചോറിൽ പോയിട്ട് തലട്ട എങ്ങനെ തിന്നത്? എലിയുടെ മൂത്രം ഉണ്ടല്ലോ, അതെങ്ങാനും കാലിലായി കഴിഞ്ഞുണ്ടല്ലോ, നേരെ അങ്ങ് കയറും ശരീരത്തിൽ. എലി പെരക്കകത്ത് മുഴുവൻ മുള്ളിട്ടുണ്ട്. ഇല്ലടി, എലി മൂത്രം ഒഴിക്കുമ്പോ നിന്നെ വിളിച്ച് പറയാം, ഞാൻ മൂത്രം ഒഴിക്കാൻ പോയാണ്. ഈ പൂച്ചയുടെ രോമമില്ലേ, അത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ എടുത്ത് ലാളിച്ച ആസ്മ വരാൻ സാധ്യതയുണ്ട്, മൂക്കി കയറി പോയിട്ട്. പെങ്കൊച്ചിന്റെ മടിയില് സർവ്വനേരം അനുഭവിച്ചോട്. എടാ, അത് മാത്രല്ലടാ, അതിന്റെ നഖം കൊള്ളു, അത് കടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ മേലൊക്കെ കായ പോലെ തൂങ്ങും. അതെ, ചുമ്മാ ഇരിക്കണം. ഒരു പൂച്ചയെ നമ്മൾ ചൊറിയാൻ പോകുമ്പോഴേ അത് തിരിച്ചു ചൊറിയും. നീ എന്തെങ്കിലും തുമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടാവും അതിനടുത്ത്. നീ പിന്നെ ആടാ, ഇത് തന്നെ നിന്റെ സ്വഭാവം, ഇത് തന്നെടാ. ഇത് തന്നെ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. മീനൊക്കെ എടുത്ത് കളയാവോ? എന്തെന്നാ ക്ലീറ്റോ പറയണ? പൂച്ചനെ കൊണ്ട് കളഞ്ഞേ നിങ്ങള്? ഓ, അതിനെ കളയാനൊന്നും പോണില്ല. അതിന് ഇവിടെ ഇരിക്കുന്ന ചോറും ആ കറി എല്ലാം കൂടെ വെച്ചു കൊടുക്കും. നിങ്ങൾ ആ പൂച്ചനെ കളയുന്നുണ്ടോ? ഉറങ്ങാൻ സമ്മതിക്കൂലടാ രാത്രി. ആ പുതപ്പിന്റെ ഇടയിലൊക്കെ വന്ന് കേറി കാലേല് മാന്തി കയ്യേല് മാന്തി. അതെ ക്ലീറ്റസേ, അതിനെ കൊണ്ട കളയും. ഞാൻ എങ്ങാനും ഇവിടെ കിടക്കുമ്പോ അതെന്റെ അടുത്ത് വന്ന് കിടന്നാൽ എനിക്ക് ഞാനൊരു കാര്യം പറയാം. ആ മിണ്ടാപ്രാണിയെ കൊണ്ട് കളയുമ്പോ നിങ്ങളൊക്കെ വിഷമം തീരുമെങ്കിൽ ഞാൻ കൊണ്ട് കളയാം. എലിപ്പനി വന്നിട്ട് എല്ലാ ആശുപത്രിയിലാകുമ്പോ ഞാൻ ചോദിക്കും കേട്ടാ. എന്ത് ചെയ്യാനാ ഞാൻ പറ. അതെ, ഞാൻ ചോറ് തരാം, ഞാൻ കറി തരാം.